ലയണൽ മെസ്സിയും CR7 അരങ്ങൊഴിഞ്ഞ മൈതാനം സങ്കല്പിക്കാനാകുമോ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച്? ദാ ഇങ്ങടുത്തെത്തി ആ കാലം. മഹാരഥന്മാർ പലരും ഈ മൈതാനങ്ങളെ അടക്കി വാണു. അവർ ഇറങ്ങിപ്പോയപ്പോഴൊന്നും അനുഭവിക്കാത്തൊരു വിങ്ങൽ ഇപ്പോൾ മനസ്സിനെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഫുട്ബോൾ ലോകത്ത് ഒരു പതിറ്റാണ്ടിലേറെ കാലം മനുഷ്യർ രണ്ടു ചേരികളിലായിരുന്നു. എൽ ക്ലാസിക്കോകൾക്കായി കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ കാത്തിരുന്നു. ബർണബ്യൂവിന് തീയിട്ട് ലിയോ തൂവള്ളക്കടലായ ഒരു ഗ്യാലറിക്ക് മുന്നിൽ കാറ്റലോണിയുടെ വർണ്ണങ്ങൾ പടർന്നു കിടന്ന ആ 10-ാം നമ്പർ ജേഴ്സി ഊരി കാണിച്ചു. മാർസലോയുടെ കൈമുട്ടുകൊണ്ട് ചോര പൊടിഞ്ഞ ചുണ്ടിൽ ഒരു ടിഷ്യൂ പേപ്പർ കടിച്ചു പിടിച്ചയാൾ ആ മൊമെന്റിനായി കാത്തിരിക്കുകയായിരുന്നു. മാസങ്ങൾക്കിപ്പുറം CR7 മറുപടി എത്തി. ക്യാമ്പ് നൗവിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് ഉയർന്നതും ഗാലറിയിൽ ഒരു ഭീതി പടർന്നു. ഒടുവിൽ അവർ ഭയന്നത് തന്നെ സംഭവിച്ചു. ബോക്സിന് വെളിയിൽ നിന്ന് അയാളുടെ തിരനിറച്ച പാതകം നിറയൊഴിച്ചു. ജെറാർഡ് പിക്കെ ആ മൈതാനത്ത് വീണ് കിടന്നു. പലകുറിയായി ഈ പ്രതികാര കഥകൾ ഇങ്ങനെ ബർണബ്യൂവിലും ക്യാമ്പ് നൗവിലുമായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഇത്രകാലം നീണ്ടുനിന്നൊരു ബാലൻ ഡിയോർ യുദ്ധം ഉണ്ടായിട്ടില്ല. ഫുട്ബോൾ സർക്കിളുകളിൽ ഗോട്ട് ഡിബേറ്റ്സ് അരങ്ങ് തകർത്തു.